പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് 3 ജലം നിത്യജീവിതത്തിൽ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ 2ാം ഭാഗമാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും പോയി കാണണേ. സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളുടെ ചോദ്യപേപ്പർ, ഓണം എക്സാമിൻ്റെ ചോദ്യപേപ്പർ നൽകിയിട്ടുണ്ട്. മക്കൾ അതും കൂടി പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എവിടെ നിന്നൊക്കെയാണ് വെള്ളം നമുക്ക് ലഭിക്കുന്നത്, എന്തിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, വെള്ളത്തിന് ആകൃതിയുണ്ടോ, നിറമുണ്ടോ, ശുദ്ധജലമാണോ എന്നൊക്കെ എങ്ങനെ കണ്ടെത്താം, അതൊക്കെയാണ് പഠിച്ചത് അല്ലേ. നമുക്ക് പഠിക്കുന്നത് എന്തൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നവ, എന്തൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്തവ, അതൊന്ന് നോക്കാം. ഈ കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ പഞ്ചസാര, ഉപ്പ് ഇവയൊക്കെ വെള്ളത്തിൽ ലയിക്കും. ഇതാ ഇവിടെ കോളത്തിൽ കുറച്ച് വസ്തുക്കളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നവ, ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്തവ എന്ന് കണ്ടെത്തണം. വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, അത് നിങ്ങൾക്കറിയില്ലേ. പിന്നെ വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. വെള്ളത്തിൽ ലയിക്കാത്തവ ഏതൊക്കെയാണ്? മെഴുക്, മണ്ണെണ്ണ, വെളിച്ചെണ്ണ. എണ്ണ പോലുള്ള വസ്തുക്കളൊന്നും വെള്ളത്തിൽ ലയിക്കൂല, ഓയിലൊന്നും വെള്ളത്തിൽ ലയിക്കൂല കേട്ടോ. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കും. എന്നാൽ വാതകങ്ങൾ വെള്ളത്തിൽ ലയിക്കുമോ? അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടോ? എങ്ങനെയാണ് അവ ശ്വസിക്കുക? അതെ, വെള്ളത്തിന് ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജനാണ് മത്സ്യം ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. മക്കളെ, നിങ്ങൾ സോഡ കുടിച്ചിട്ടില്ലേ? അത് തുറക്കുമ്പോൾ, സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സോഡ ഉണ്ടാക്കുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളത്തിൽ ലയിക്കും അല്ലേ. ഇതൊക്കെ എന്താണ്? വാതകങ്ങളാണ്. നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ലയിച്ചത്? പഞ്ചസാര, നാരങ്ങ നീര് അല്ലേ, ഇവയൊക്കെ ലയിച്ചു. ഇവ എന്തിലാണ് ലയിപ്പിച്ചത്? വെള്ളത്തിൽ. ഇങ്ങനെ ലയിപ്പിച്ചു ചേർക്കുന്ന വസ്തുവിനെ ലീനം എന്നും, എന്തിലാണോ ലയിപ്പിക്കുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. അപ്പോൾ ലായനി എന്താണ്? ലീനം ലായകത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്നതാണ് ലായനി. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ലീനം പഞ്ചസാരയാണ് അല്ലേ. എന്തിലാണോ ലയിപ്പിക്കുന്നത് ആ വസ്തുവിനെ ലായകം. അപ്പോൾ ലായകം എന്താണ്? വെള്ളമാണ്. ലീനം ലായകത്തിൽ ലയിപ്പിച്ച് ചേർക്കുമ്പോൾ അത് ലായനിയായി മാറും. ഇതാ ഇവിടെ പട്ടിക നൽകിയിട്ടുണ്ട്. ഇതിൽ ലായനി, ലീനം, ലായകം ഇവ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ കോളത്തിൽ ലായനി. ലായനി എന്താണ്? പഞ്ചസാര ലായനി. അതിൽ ലീനം പഞ്ചസാരയാണ്, ലായകം വെള്ളം. ഇവിടെ ലായനി തന്നിട്ടുണ്ട്. പഞ്ചസാര ലായനി, അതിൽ ലീനം പഞ്ചസാര, ലായകം വെള്ളം. അത് സോഡ. സോഡൻ്റെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ്, ലായകം വെള്ളം. ഉപ്പ് ലായനി. ഉപ്പ് ലായനിൻ്റെ ലീനം ഉപ്പ്, ലായകം വെള്ളം. വിനാഗിരി ലായനി. വിനാഗിരിൻ്റെ ലീനം വിനാഗിരി, ലായകം വെള്ളം. മനസ്സിലായില്ലേ? ഇതാ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിരിക്കുകയാണ്. ചക്കപ്പശ. ചക്കപ്പശ എന്താണ്? ചക്ക അറിയില്ലേ? ഏറ്റവും വലിയ ഫലം ഏതാണ്? ചക്ക അല്ലേ. ഈ ചക്ക കൊണ്ട് നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചക്ക നടുക മുറിച്ച് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ കയ്യുമ്മലും കത്തിമ്മലൊക്കെ വെള്ള ഒരു പശ പറ്റിപ്പിടിക്കും. ഈ ചക്കപ്പശ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ഡാറ് എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? എണ്ണ ഉപയോഗിച്ചിട്ടാണ്. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഡാറൊക്കെ ആയാൽ മണ്ണെണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാലാണ് ഈ ഡാറും ചക്കപ്പശയൊക്കെ പോവുള്ളൂ. എന്നിട്ടാണ് അത് സോപ്പ് കൊണ്ട് കഴുകിക്കളയാറുള്ളത്. എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകിക്കളയാനാവാത്തത്? അവ വെള്ളത്തിൽ ലയിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? മക്കൾ പോക്കറ്റിലൊക്കെ പെന്നിട്ട് കളിക്കാൻ പോകാറുണ്ട് സ്കൂളിൽ നിന്ന്. അങ്ങനെ മഷിയായി വന്നാൽ, അല്ലെങ്കിൽ ബാഗിലൊക്കെ മഷിയായിട്ട് വീട്ടിലേക്ക് വന്നാൽ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ? ഇത് കളയാൻ എന്താണ് മാർഗം? ഒരു പ്രാവശ്യമൊക്കെ അമ്മമാർ ക്ഷമിക്കൂല്ലേ? വീണ്ടും വീണ്ടും ഇങ്ങനെ മഷിക്കാക്കി വന്നാൽ ക്ഷമിക്കുമോ? യൂണിഫോമിലൊക്കെ ഇല്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർഗ്ഗമുണ്ട്, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മണ്ണെണ്ണ കൊണ്ടോ വെളിച്ചെണ്ണ കൊണ്ടൊക്കെ
കഴുകിക്കളയാം. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ? ഇല്ല അല്ലേ. വെള്ളത്തിൽ ലയിക്കുന്നവയൊന്നും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കില്ല. ഉദാഹരണമായിട്ട് ഒരു ടിപ്സ് പറഞ്ഞു തരികയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറേ വെളിച്ചെണ്ണയൊക്കെ ആട്ടിക്കൊടുത്താൽ അത് കേടുവരാതിരിക്കാൻ എന്താ അവർ ചെയ്യുക? കല്ലുപ്പിട്ട് സൂക്ഷിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലേ. ഈ ഉപ്പ് വെളിച്ചെണ്ണയിൽ ലയിക്കൂല, എണ്ണ കേടുവരില്ല, ഉപ്പ് വെളിച്ചെണ്ണയിൽ ലയിക്കൂല. അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇതാ അടുത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം കേട്ടോ. ലായകവും ലീനവും നൽകിയിട്ടുണ്ട് അല്ലേ. ലായകം ഏതൊക്കെയാണ്? ജലം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ. ലീനം എന്തൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ്, കർപ്പൂരം. ജലത്തിൽ പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ്, കർപ്പൂരം ഇവയൊക്കെ ലയിക്കും. മണ്ണെണ്ണയിൽ പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ് ഇവയൊന്നും ലയിക്കില്ല. കർപ്പൂരം ലയിക്കും. വെളിച്ചെണ്ണയിൽ പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ് ഇവയൊന്നും ലയിക്കില്ല. കർപ്പൂരം ലയിക്കും. ഈ പട്ടികയിൽ നിന്ന് എന്ത് മനസ്സിലായി? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ഈ കോളത്തിൽ നൽകിയ തന്നെയാണ് കേട്ടോ ആൻസർ. ജലത്തിൻ്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്രങ്ങൾ അലക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, രാസപരീക്ഷണം നടത്താൻ, ശുചിയാക്കാൻ, ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യുക? ഇത് പ്രയോജനപ്പെടുത്താം. ഒരു പരീക്ഷണം നടത്തി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്തു നോക്കൂ. സന്ദർഭം 1. 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കൂ. ഇതിൽ ഏത് ഗ്ലാസ്സിലാണ് പഞ്ചസാര പെട്ടെന്ന് ലയിക്കുന്നത്? പൊടിച്ച പഞ്ചസാര ഇട്ട ഗ്ലാസ്സിലാണ് അല്ലേ. സന്ദർഭം 2. 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ച് നോക്കൂ. ഇതിൽ ഏത് ഗ്ലാസ്സിലായിരിക്കും പഞ്ചസാര പെട്ടെന്ന് ലയിക്കുന്നത്? പഞ്ചസാര ഇളക്കി ചേർത്ത ഗ്ലാസ്സിൽ അല്ലേ. ഇനി സന്ദർഭം 3. ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കൂ. ഇതിൽ ഏത് വെള്ളത്തിലായിരിക്കും മഷി പെട്ടെന്ന് ലയിക്കുന്നത്? ചൂടുവെള്ളത്തിൽ. നമ്മൾ 3 പരീക്ഷണം പറഞ്ഞു. ആ പരീക്ഷണത്തിൽ പഞ്ചസാരയും മഷിയും ലയിക്കുന്ന വേഗതയിൽ വ്യത്യാസമുണ്ടല്ലേ. ഫസ്റ്റ് സന്ദർഭത്തിൽ പഞ്ചസാര പൊടിച്ച് ചേർത്തപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു. രണ്ടാമത്തെ സന്ദർഭത്തിൽ പഞ്ചസാര ഇളക്കി ചേർത്തു. മൂന്നാമത്തെ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ചൂടുവെള്ളത്തിലാണ് മഷി കലക്കിയത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ജലം പല രൂപത്തിൽ. 3 രൂപത്തിൽ ജലത്തിന് സ്ഥിതി ചെയ്യാൻ കഴിയും. ഖരാവസ്ഥ, വാതകാവസ്ഥ, ദ്രാവകാവസ്ഥ. ഈ 3 രൂപത്തിലാണ് ജലത്തെ കാണപ്പെടുന്നത്. വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ്. ജലം, ദ്രാവകാവസ്ഥ, നീരാവി, വാതകാവസ്ഥ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, ഐസ്ക്രീം, തണുത്ത പാനീയങ്ങൾ ഇവ തയ്യാറാക്കാൻ ഐസ് ഉപയോഗിക്കുന്നു. നമ്മളെവിടെയെങ്കിലും വീണാൽ അപ്പോൾ വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടല്ലേ, മുറിവായാൽ ആ വേദന കുറക്കാൻ വേണ്ടി ഐസ് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ. ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ വേണം? ലക്ഷ്യം വേണം. പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിച്ച സാമഗ്രികൾ, പരീക്ഷണക്രമം, നിരീക്ഷണം, നിഗമനം. ഇതാ ഇവിടെ തന്നിട്ടുള്ള കോളത്തിൽ വിവിധ സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്. നിരീക്ഷിച്ച കാര്യങ്ങൾ. എന്താണ് സംഭവിക്കുക? കുറച്ച് നേരം പാത്രത്തിൽ ഐസ് വെച്ചാൽ ഉരുകി വെള്ളമാവില്ലേ? ഐസ് ജലമാവും. രണ്ടാമത്തെ സന്ദർഭം ഐസ് ചൂടാക്കുമ്പോൾ. നിരീക്ഷിച്ച കാര്യം എന്താണ്? അത് വെള്ളമായി മാറും അല്ലേ, എന്നിട്ടത് ചൂടാകാൻ തുടങ്ങും. മൂന്നാമത്തെ സന്ദർഭം പാത്രത്തിലെ വെള്ളം തിളക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? വെള്ളം തിളച്ച് നീരാവിയായിട്ട് മുകളിലേക്ക് പൊങ്ങും. കണ്ടിട്ടില്ലേ? നിരീക്ഷിച്ച കാര്യങ്ങൾ നീരാവിയായി മാറും. അടുത്ത സന്ദർഭം വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ് മക്കളെ കാണാൻ സാധിക്കുന്നത്? അടപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്? നീരാവി തണുത്ത് വെള്ളമായി മാറുകയാണ്. ചൂട് വഹിക്കാൻ
വെള്ളത്തിലുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളൊന്ന് എഴുതി നോക്കാം. 1. അരി വേവിക്കുന്നതിന്, ചായ, കാപ്പി എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി. കുളിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചൂടാക്കും. പിന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ, കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ ഇനി നിങ്ങൾ എഴുതി ചേർക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞു, വെള്ളം ചൂടാക്കുമ്പോൾ എന്തു ചെയ്യും? ജലം ബാഷ്പമായി ഉയരും. അതുപോലെ നനഞ്ഞ തുണി ഉണക്കുമ്പോൾ തുണിയിലെ ജലാംശത്തിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ബാഷ്പീകരണം? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. അവസ്ഥയിൽ വെള്ളം ഐസായിട്ട് കാണപ്പെടുന്നു, ദ്രാവകാവസ്ഥയിൽ ജലമായിട്ട്, വാതകാവസ്ഥയിൽ നീരാവിയായിട്ട്. ഈ ജലനിരപ്പാണ് നോക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ലെവൽ ട്യൂബിൽ ജലം നിറച്ചിട്ടാണ് അവർ അളവെടുത്ത് കറക്റ്റാണെന്ന് നോക്കുന്നത്. ഈ ചിത്രത്തിലേതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചാൽ ഇതുപോലെ വെച്ചാൽ ലെവലായിട്ട് ഒരേ ലെവലിലേക്കാണ് നിൽക്കുക കേട്ടോ. ഒന്നിൽ കൂടുതലും ഒന്ന് കുറവും അങ്ങനെ ഉണ്ടാവില്ല. ജലാശയങ്ങളൊക്കെ വറ്റുമ്പോൾ, അതായത് പുഴൻ്റെ അരികിലൊക്കെ ഉള്ള കിണറുകൾ ജലാശയം വറ്റുമ്പോൾ അതിനനുസരിച്ച് കിണറുകളും ജലനിരപ്പ് കുറഞ്ഞു വരും. വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജലനിരപ്പിനെ ബാധിക്കും. ജലത്തിൻ്റെ പ്രത്യേകതയാണ് വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇത് നമ്മുടെ ഭൂമിയുടെ ചിത്രമാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. മക്കളെ, നമ്മുടെ ചാനലിൽ സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ GK ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. മക്കളെല്ലാവരും അത് പോയി കാണണേ. ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളമാണ്, കടൽ വെള്ളമാണ്. ലവണങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഇത് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ശുദ്ധജല സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു അല്ലേ നേരത്തെ? കിണർ, കുഴൽക്കിണർ, കുളം, ഇവയൊക്കെ ഈ കോളത്തിൽ നൽകിയിട്ടുള്ളത് മക്കളൊന്ന് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒപ്പം വെച്ചിട്ട് പഠിക്കാനിരിക്കണം കേട്ടോ. ഇതിൽ നൽകിയിട്ടുള്ളത് മഴയുണ്ടാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനുള്ള ആൻസറാണ്. സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കാരണം ജലം അന്തരീക്ഷത്തിലേക്ക് നീരാവിയായി ഉയരുന്നു. പിന്നീട് അത് തണുത്ത് മഴമേഘമായി മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകളായി ജലം ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. പിന്നെ ഈ ജലം വീണ്ടും ജലസ്രോതസ്സുകളിലേക്ക് എത്തുന്നു. ഇതുപോലെ പരീക്ഷണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു അടപ്പ് വെച്ചാൽ നീരാവി മുകളിലോട്ട് പൊങ്ങിയിട്ട് അടപ്പിന്മേൽ തങ്ങി നിന്ന് തണുത്ത് വെള്ളമായിട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ അടപ്പുമ്പോൾ കാണാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ജലമലിനീകരണത്തിൻ്റെ ചിത്രങ്ങളാണ്. കന്നുകാലികളൊക്കെ കഴുകുന്നുണ്ട്. വ്യാവസായിക വേസ്റ്റുകളൊക്കെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. വേസ്റ്റുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പുഴയിലേക്കാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടുണ്ടോ? ശുദ്ധജലം മലിനീകരിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ് ഇവയൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മഴവെള്ളം എങ്ങനെയൊക്കെ സംഭരിച്ച് വെക്കാമെന്ന് നോക്കാം. മഴവെള്ള സംഭരണി ഉണ്ടാക്കാം, തടയണ കെട്ടാം, കയ്യാല, കിണർ റീചാർജിങ്. മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ വെള്ളം സംഭരിച്ച് വെക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാം. ഇനി ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് ഒരു തുള്ളി പോലും. ജലം നമ്മുടെ സമ്പത്ത്. ഓക്കെ മക്കളെ, ഈ പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ വരാം കേട്ടോ.